അപ്പോൾ ഇന്നത്തെ കഥ ഒരു കുഞ്ഞു കഥ, പക്ഷെ വളരെ വലിയ മാറ്റം നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ജീവിതത്തിൽ വരുത്താൻ സാധിക്കുന്ന ഒരു കഥയാണ്. അപ്പം ഇത് അവസാനം വരെ കാണുക. ചെറിയ കഥ, അല്പസമയം. നമുക്ക് തുടങ്ങാം. ഹായ്, നമസ്കാരം. പണ്ട് കാലങ്ങളിലുള്ള ഗുരുകുലത്തിൽ നടന്ന ഒരു സംഭവം. ഒരു ബാലൻ, ആ ബാലന് പഠിക്കാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. പഠിക്കാൻ ഭയങ്കര പ്രയാസവുമായിരുന്നു. അപ്പൊ ഗുരുകുലത്തിൽ ആ ഗുരു പലതവണ ഈ കുട്ടിയെടുത്ത് പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക, കൂട്ടുകാരും ഈ കുട്ടിയെ സഹായിക്കും നോക്കി, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് ഈ കുട്ടിക്ക് മനസ്സിലായി, പഠിത്തം എനിക്കുള്ളതല്ല, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം. അങ്ങനെ ഈ കുട്ടി ഗുരുവിനോട് ചെന്ന് പറഞ്ഞു, ഞാൻ ഒരുപാട് ശ്രമിച്ചു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തിരിച്ച് എൻ്റെ വീട്ടിൽ പോയി അച്ഛൻ്റെ ജോലിയിൽ ഞാൻ അച്ഛനെ സഹായിക്കാം എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, ഓക്കെ ശരി. ഗുരുവിന് അല്പം വിഷമം ഉണ്ടായിരുന്നു. എന്നാലും ഗുരു പറഞ്ഞു, നല്ല കാര്യം, നിനക്ക് പോകാം. അങ്ങനെ ഈ ബാലൻ തൻ്റെ സഞ്ചയെല്ലാം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. കുറച്ച് ദൂരമുണ്ടായിരുന്നു നടക്കാൻ. അങ്ങനെ നടന്നു പോകുന്ന സമയം, ഉച്ച സമയം, നല്ല ചൂട്, നല്ല ദാഹം. അങ്ങനെ വെള്ളം അന്വേഷിച്ച് ബാലൻ ചോദിച്ച് ഒരു കിണറിനടുത്തെത്തി. കിണറിന്റെ ചുറ്റും കുറച്ചു പേർ വെള്ളം കോരുന്നുമുണ്ടായിരുന്നു. അപ്പോൾ ബാലന് അവർ വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞ് ബാലൻ നന്ദി പറഞ്ഞ് അവിടുന്ന് മടങ്ങി. പെട്ടെന്ന് ആ ബാലന്റെ ശ്രദ്ധ കിണറിന് ചുറ്റും ഉണ്ടായിരുന്ന പാറ കൊണ്ട് നിർമ്മിച്ച മതിലിൽ ഉണ്ടായിരുന്ന പാടുകളിൽ പെട്ടു. അപ്പോൾ ഈ ബാലൻ ചോദിച്ചു, എന്താണ് ഈ പാടുകൾ? ഇതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെ ഈ പാടുകൾ വന്നു? അപ്പോൾ അവിടുത്തെ ചുറ്റുമുണ്ടായിരുന്ന സ്ത്രീകൾ പറഞ്ഞു, ഇത് നമ്മൾ ഈ വലിക്കുന്ന കയർ ഉരഞ്ഞുണ്ടായതാണ്. അപ്പൊ ഈ ബാലൻ ഒന്ന് ചിന്തിച്ചു, ഈ ഒരു കയറ് കൊണ്ട് ഇത്ര കാഠിന്യമുള്ള ഒരു പാറയിൽ ഇങ്ങനത്തെ അടയാളങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. തിരിച്ച് ബാലൻ വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു. പക്ഷെ വഴിയിൽ ബാലൻ ചിന്തിച്ച്, ഒരു കയറിന് പാറയിൽ ഉരഞ്ഞുരഞ്ഞ് ഇത്രയും വലിയ പാടുകൾ ഉണ്ടാക്കാൻ സാധിക്കുവാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? എൻ്റെ അച്ഛനും അമ്മയും എത്ര താല്പര്യത്തോടുകൂടി എന്നെ ഈ ഗുരുകുലത്തിൽ അയച്ചു. ബാലൻ തിരിച്ച് ഗുരുകുലത്തിലേക്ക് മടങ്ങി. കൂട്ടുകാർക്കും ഗുരുവിനും സന്തോഷം. എന്ത് പറ്റി? എല്ലാവരും ചോദിച്ചു, എന്ത് പറ്റി? എനിക്ക് ഒന്നുകൂടി ശ്രമിക്കണം, ഞാൻ ഒന്നുകൂടി പരിശ്രമിക്കാം. അന്നു മുതൽ ഈ ബാലൻ ആ ഗുരുകുലത്തിൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഈ കയർ ആ പാറയിൽ ഉരയുന്നത് പോലെ ആവർത്തിച്ച് പരിശീലിച്ച് വളരെ മിടുക്കനായി. ആ ഗുരുകുലത്തിലെ ഏറ്റവും മിടുക്കനായ ഒരു ബാലനായി. അങ്ങനെ കാലം കഴിഞ്ഞ് അദ്ദേഹം സംസ്കൃതത്തിന്റെ ഒരു പണ്ഡിതനായി. ഗ്രാമറിൽ ഒരു ഗ്രന്ഥം രചിച്ചു. അതുപോലെ പ്രാചീന ഭാരതത്തിൽ സംസ്കൃതത്തിന്റെ ഒരു സർവകലാശാല തന്നെ തുടങ്ങി. ഈ ബാലന്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതുക. ഈ കഥ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതാണ്. നിങ്ങൾ ഈ കഥ നിങ്ങളുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക. പലപ്പോഴും നമ്മൾ മണ്ടൻ, മണ്ടി എന്ന വിളികൾ വിളിച്ച് കുട്ടികളെ ആവർത്തിച്ച് പരിശീലിക്കേണ്ട പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ വിട്ടുപോകുന്നു. ആർക്കും പഠിച്ചാൽ ഉടൻ ഒന്നും മനസ്സിലാകുന്നില്ല. പലതവണ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. അതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ 60+ ക്രേസി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.